ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 1 കിലോ വരുന്ന ചോക്ലേറ്റ് മഡ് കേക്കാണ്. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. മൂന്ന് പ്രാവശ്യം നന്നായി അരിച്ചെടുക്കണമെങ്കിൽ മാത്രമേ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുള്ളൂ. ചോക്ലേറ്റ് മഡ് കേക്ക് ഫുള്ളി ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ചോക്ലേറ്റ് കേക്കാണ്. ഇനി വേണ്ടത് 2 മുട്ടയാണ്. മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ വലിയ ജാറിൽ ചെയ്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ച് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. മുട്ട നല്ല വൈറ്റ് കളറിലാവുന്നിടം വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. യെല്ലോയിഷ് കളറൊക്കെ മാറി ഒരു വൈറ്റ് കളർ വരും. അതുവരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വരും. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പൊടിച്ച് ഇച്ചിരി നേരത്തെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചൂടൊന്നും ഉണ്ടാവില്ല. നമ്മൾ മിക്സിയിൽ ജാറിൽ പൊടിക്കുമ്പോൾ ചെറിയ ചൂട് കാണുമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ ആദ്യം തന്നെ അതങ്ങ് പൊടിച്ച് വെച്ചാൽ മതി. ഇനി അത് കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട നന്നായി സോഫ്റ്റായി വന്നായിരുന്നു. ഇനി അതിലേക്ക് കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഇനി അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് യോജിച്ച് കിട്ടണം മുട്ടയിലേക്കെല്ലാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും മുട്ടയും എല്ലാം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചെറിയ സ്പീഡിലിട്ടിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് പാൽ ചേർത്ത് കൊടുക്കാം. മൈദ കൊക്കോ കൂട്ടു ഇടയ്ക്ക് ചേർക്കുക. കുറച്ച് പാലും ചേർത്ത് കൊടുത്ത് അങ്ങനെ ഇത് ഫുള്ള് ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റാക്കി എടുക്കാം. ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യേണ്ട. ഇനി ഞാനൊരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടീനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കാരണം അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേക്കാണ്. എന്നാൽ ഹൈറ്റ് അപ്പോൾ അധികം ഉണ്ടാവില്ല. കാരണം ഇത് 1 കിലോയുടെ കേക്കല്ലേ. ഇനി ആ ബാറ്റർ നമുക്ക് കേക്ക് ടീനിൽ ഞാൻ എണ്ണ തേച്ച് വെച്ചിരുന്നതാണ്, നന്നായിട്ട് എണ്ണ തേച്ച് വെച്ച് കേക്ക് ടീനാണ്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട് കുറച്ച് പ്രാവശ്യം നന്നായിട്ട് തട്ടിക്കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പാത്രം വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ എടുത്ത് വയ്ക്കാം. ഇനി അടച്ച് വെച്ച് അതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടെ വയ്ക്കാം. ആദ്യം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്കാക്കി. അങ്ങനെ ഒരു 30 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാം. ഈ കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് സിറപ്പിലാണ്, ഷുഗർ സിറപ്പിലല്ല നമ്മൾ സോക്ക് ചെയ്യുന്നത്. അതിനായിട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ഒരു 20 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ചോക്ലേറ്റ് സോസാണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ക്രീമെന്നും പറയാം. നമ്മൾ വിപ്പിംഗ് ക്രീം അല്ലല്ലോ ഇതിന് യൂസ് ചെയ്യുന്നത്, ഫുള്ള് ചോക്ലേറ്റ് ക്രീമാണ്. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് 1 കപ്പ് പാലിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് കുറേശ്ശെ ചേർത്ത് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ പാല് ചേർത്ത് നന്നായിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 30 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ്. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കുറുക്കിയെടുക്കണം. ഞാനിപ്പോൾ നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചേർത്ത് കൊടുത്താലും മതി. ആ ചൂടിൽ കിടന്ന ബട്ടർ മെൽറ്റായി വന്നോളൂ. ഇതായിപ്പോൾ ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സോസ് ഒന്ന് തണുക്കാൻ വെക്കണം. ഒരു ബൗളിലേക്ക് അത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായി തണുത്ത് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അത് ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് സോസിന് വേണ്ടത്. ഇനി നമുക്ക് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല മോയ്സ്ചറായിട്ടുള്ള അടിപൊളി കേക്കാണ് കേട്ടോ. ഇഞ്ചിൻ്റെ ഒക്കെ പാൻ എടുക്കുമ്പോൾ നടു ഒട്ടും പൊങ്ങി വരില്ല. ഈ 7 ഇഞ്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നടുഭാഗം ഒന്ന് പൊങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നല്ല എല്ലാം ഈവനായിട്ട് നിൽക്കും മുകൾ വശം. ഇനി നമുക്കതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ സോസ് സെൻറ്ററിൽ കുറച്ച് ഇടാം. അതിനുശേഷം ഓരോ ലെയർ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സോസ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം.
ഇനി നമ്മൾ തയ്യാറാക്കിയിരുന്ന ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കേക്ക് സോക്കായി വരട്ടെ. ഇനി നമ്മൾ തയ്യാറാക്കിയിരുന്ന ചോക്ലേറ്റ് സോസ് ചേർക്കാം. ഫുള്ളായിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. കേക്ക് നന്നായി തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് സോസും നന്നായിട്ട് തണുക്കണം. എന്നിട്ട് വേണം നമ്മളിത് കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പിൽ വെറ്റ് ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങളിത് സോക്ക് ചെയ്താലും മതി. പക്ഷെ നല്ല തിന്നായിട്ടുള്ള ലെയറായ കാരണം എടുത്ത് വയ്ക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പ്ലേറ്റിൽ ഒക്കെ വെച്ചിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് എടുത്ത് വെച്ചാലും മതി. പക്ഷെ അപ്പം നന്നായിട്ട് സൂക്ഷിക്കണം, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് ചോക്ലേറ്റ് മയമാണ് ഈ ചോക്കോ മഡ് കേക്കിന്. ഫുള്ള് ചോക്ലേറ്റ് മാത്രമായിരിക്കും. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറിൻ്റെ അടിഭാഗം ഞാൻ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ വശം ലൈറ്റായിട്ടൊന്ന് വെറ്റ് ചെയ്താൽ മതി. ഒന്ന് വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം അതിൻ്റെ ഉൾവശം നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകൾ വശം ഒന്ന് ഒരു ലൈറ്റായിട്ട് ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ചെറിയൊരു ലെയർ ഞാനിവിടെ കട്ട് ചെയ്തൊന്നും മാറ്റണില്ല. സീൽ ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ ഇത് നല്ല ഈവനായിട്ട് തന്നെ വന്നേക്കുന്ന കാരണം ഞാൻ ഇതിനെ കട്ട് ചെയ്ത് മാറ്റണില്ല. ലൈറ്റായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സോസ് ചേർത്ത് കേക്ക് ഫുള്ള് ഈ സോസ് കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. സൈഡിലും എല്ലാം നന്നായിട്ട് ചോക്ലേറ്റ് സോസ് കവർ ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാം. അതിനായിട്ട് 50 ഗ്രാം കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്, ഡാർക്ക് കോമ്പൗണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് സോസാക്കി എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചൂടിൽ കിടന്ന ബട്ടർ മെൽറ്റായി വന്നോളൂ. കുറച്ച് തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷാണ് ഞാൻ തയ്യാറാക്കിയേക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇനി നന്നായി തണുത്തിരിക്കുന്ന കേക്കിലേക്ക് നമുക്കത് ഗണാഷിൻ്റെ ചൂട്, ചെറിയ ചൂട്, വളരെ ചെറിയ ഒരു ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ ഗണാഷ് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ചെറിയ ചൂടോടുകൂടി നമുക്ക് തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തത്. അപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു ചോക്ലേറ്റ് ഗനാഷാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് ഒട്ടും വേസ്റ്റായി പോവില്ല, ഫുള്ള് നമ്മുടെ കേക്കിൽ കവർ ചെയ്ത് നിന്നോളൂ. ഇനി അതിനെ കേക്ക് മെല്ലെ ഒന്ന് നമുക്ക് ചെരിച്ച് കൊടുക്കുമ്പോൾ അത് ഫുള്ള് സ്പ്രെഡായി വന്നോളും. ഇതായിപ്പോൾ നന്നായി സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റും ഡാർക്കും ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഡെക്കറേഷൻ ആയിട്ടാണ്, സിമ്പിൾ ഡെക്കറേഷനാണ്. ഈ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കാം. ചോക്കോ മഡ് കേക്കിന് അധികം ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല, എന്നാൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഗോൾഡൻ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മഡ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. 1000-1200 രൂപയൊക്കെ വില വരുന്ന ഒരു ചോക്ലേറ്റ് മഡ് കേക്കാണിത്. ഓരോ സ്ഥലത്തനുസരിച്ചും റേറ്റ് വ്യത്യാസം ഉണ്ടാവും. എന്തായാലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ എന്തായാലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. നന്നായി തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വാനില ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു സ്ക്വയർ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല മോയ്സ്ചറായിട്ടുള്ള ഒരു കേക്കാണ്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് തൊടുമ്പം തന്നെ സോഫ്റ്റായിട്ട് ഇറങ്ങി പോകുന്നു. വളരെ മോയ്സ്ചറായിട്ടുള്ളൊരു കേക്കാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെയാണ് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. കണ്ടോ, കേക്ക് നോക്കിക്കേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നോക്കിയേ, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.